ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തേത് ഡബിൾ ഹോഴ്സ് ഈസി പാലപ്പം മിക്സിനെ കുറിച്ച് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് 1 kg പാക്കറ്റാണ്. ഒരു 190 രൂപ വരെ ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പറയുന്നത് പോലെ തന്നെ ഇത് നല്ല ഈസിയാണ് ചെയ്യാനായിട്ട്. സാധാരണ നമുക്ക് അപ്പമൊക്കെ ചെയ്യുമ്പോൾ അരിയൊക്കെ കുതിർക്കാനിട്ട് അത് വെയിറ്റ് ചെയ്ത് അത് കുതിർന്ന് പൊടിച്ചൊക്കെ എടുത്തൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതിന് അത്രയ്ക്കൊന്നും മെനക്കെടേണ്ട ആവശ്യമില്ല, നല്ല ഈസിയാണ്. അപ്പോൾ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് എത്രയാണോ ആവശ്യം, ഒരു 4 മെമ്പേഴ്സൊക്കെ ഉള്ള ഫാമിലിക്ക് ഒരു 2 കപ്പൊക്കെ മതിയാകും. 2 കപ്പ് മാവാണെങ്കിൽ അതിന് 2.5 കപ്പോളം വെള്ളം ആവശ്യം വരും കറക്റ്റ്. എനിക്കിത് തയ്യാറാക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1.5 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ പറയുന്നത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാനാണ്. ഞാൻ ഇതിലേക്ക് കോക്കനട്ട് മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകം എടുത്ത് പറയുന്നത് കോക്കനട്ട് മിൽക്കിൻ്റെ ആവശ്യമില്ലാന്ന്, എങ്കിലും ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കോക്കനട്ട് മിൽക്ക് ആഡ് ചെയ്യുന്നത്. മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ബാറ്ററിൻ്റെ തിക്നെസ് ഇത്രയാണ്. ഇനി ഈ മാവ് ഒരു മണിക്കൂർ വരെ നമുക്കൊന്ന് പൊങ്ങി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷം വേണം അപ്പം ചുടാനായിട്ട് എടുക്കാനായിട്ട്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഇത് 1 kg പാക്കറ്റാണ്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ 1 kg പാക്കറ്റിന് ഒരു 70ഓളം അപ്പം ചുട്ടെടുക്കാമെന്നാണ്. ഇനി ഇതൊന്ന് മൂടി വെച്ച് 1 മണിക്കൂറിന് ശേഷം നമുക്കെടുക്കാം. കറക്റ്റ് മാവ് കലക്കി വെച്ചിട്ട് ഇപ്പോൾ 1 hours കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. നല്ലോണം ഒന്ന് പതഞ്ഞ് നല്ലൊരു തിക്കായിട്ടുള്ള, ആവശ്യത്തിന് തിക്കായിട്ടുള്ളൊരു ഫോമിൽ വന്നിട്ടുണ്ട്. ഇനി ഇതുകൊണ്ട് നമുക്ക് അപ്പം തയ്യാറാക്കാൻ തുടങ്ങാം. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ചുടാനായിട്ട് തുടങ്ങാം. ഇനി അപ്പം ചുടാനുള്ള പാൻ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 സ്പൂണോളം മാവ് ഒഴിച്ച് കൊടുക്കാം. പൊതുവേ അപ്പമൊക്കെ തയ്യാറാക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. എന്നാൽ നമ്മളതിൽ ഇപ്പോൾ ഫ്രിഡ്ജിൽ മാവൊന്നും ഇല്ലെങ്കിൽ എന്നാൽ പിന്നെ അപ്പം വേണമെന്ന് താനും എങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലൊരു പാക്കറ്റ് മാവ് വാങ്ങിച്ചാൽ സ്കൂളിലത്തേക്കായാലും ഓഫീസിൽ പോകുന്നവർക്കായാലും കുറച്ചുകൂടി ഈസിയാണ് ഇതുപോലൊരു പാക്കറ്റ് വാങ്ങിച്ച് തയ്യാറാക്കിയാൽ. അങ്ങനെ നല്ല അടിപൊളി ഈസി ആയിട്ടുള്ളൊരു പാലപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലോണം ഹോളൊക്കെ വീണിട്ടുണ്ട്. ചുറ്റിനും നല്ല ക്രിസ്പിയും എന്നാൽ നടുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണിത്. ഞാൻ കുറച്ച് കൂടുതൽ നേരം കുക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് സൈഡിൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ഫുള്ളായിട്ട് സോഫ്റ്റായിട്ട് വേണമെങ്കിൽ ഇത് ഇത്രയും നേരം വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി വന്നതിന് ശേഷം പെട്ടെന്ന് നമുക്ക് എടുത്താൽ നല്ല ഫുള്ളായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് കരുതുന്നു. ഇതുവരേക്കും ഈ ഡബിൾ ഹോഴ്സിൻ്റെ ഈ പാലപ്പം മിക്സ് വാങ്ങിക്കാത്തവരാണെങ്കിൽ ഒന്ന് വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.